ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ വീട്ടിൽ ഹൗസ് വാമിങ് കഴിഞ്ഞു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും നമ്മുടെ വീട്ടിൽ പണി നടക്കുവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മളെപ്പോഴും ഫുള്ള് വീട്ടിൽ പണികൾ കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് വീട് കയറി ഇരിക്കലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പണികൾ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു 3-4 ദിവസത്തേക്ക് ഇവിടെ മാറി കൊടുക്കുവാണ്. പക്ഷെ ഇവിടെ ആൾ നിൽക്കണം ഫുൾ ടൈം. കുട്ടികളൊന്നും പറ്റില്ല. അപ്പം മക്കളൊക്കെ പോയി ഞാനും പിന്നെ എനിക്ക് സഹായത്തിനൊരാളുണ്ട്. നമ്മളാണിപ്പോൾ ഇവിടെ ഉള്ളത്. കുറേ പണിക്ക് അകത്തുണ്ട്, പുറത്തുണ്ട്, അങ്ങനെ ഒരുപാട് പണിക്ക് എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഞാനെല്ലാം കുറേശ്ശെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാണ്. കാരണം ഇന്ന് എനിക്ക് എന്താ പറയുക, വീട്ടിലെ വിശേഷങ്ങൾ കാണിച്ചിട്ടുള്ള വ്ലോഗ് എടുക്കാനുള്ള സാഹചര്യം കിട്ടില്ല. കാരണം കുക്കിംഗ് ഒന്നും നടക്കില്ല. കാരണം കിച്ചണിലും പണിയുണ്ട്, പിന്നെ ഹാളിൽ പണിയുണ്ട്, പുറത്ത് പണിയുണ്ട്, പിന്നെ എന്താ പറയുക, കിണറിന് റിങ് നെറ്റ് വെക്കുന്ന ആ പണിയുണ്ട്, വിറകുപുരൻ്റെ പണിയുണ്ട്, അങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് ബാക്കി കാണിച്ച് തരാം. ഓക്കെ. അതുപോലെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ 1-2 വീഡിയോസിൽ, ഇവിടെ എന്താ ചളി പിടിച്ച പോലെയെന്ന്. ഇൻ്റർലോക്ക് അത് ചളി പിടിച്ച പോലെയെന്നല്ല, മീൻസ് ചളി ആയതാണ്. നമ്മൾ വീട്ടിൽ ഇൻ്റർലോക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ ഈ പുല്ല് ഇതൊക്കെ മണ്ണൊക്കെ നിരത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊടിയൊക്കെ ഇതിൻ്റെ മേലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെള്ളം അടിച്ച് കഴുകണം. അപ്പോൾ കഴുകാനുള്ളൊരു സമയമാണ്. നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴുകിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഇത് മൊത്തത്തിൽ വെള്ളമടിച്ച് കഴുകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് ആ ക്ലീനിങ്ങിൻ്റെ ടീം ഒന്നും കൂടി വരുന്നുണ്ട് നമുക്കിതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതായത് നമുക്കൊരു വൃത്തിയിൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വീട്ടിനുള്ളിൽ ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ വീടിൻ്റെ ഓടിൻ്റെ മേലൊക്കെ പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളമടിച്ച് കഴുകണമല്ലോ. കഴുകിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കവിടെ ചെറിയ പണികളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും പണിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ പണികളൊക്കെ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ശാലം കണ്ടോ, ഇവിടെയൊക്കെ അങ്ങനെ പൊടി പിടിച്ച പോലെ ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളമടിച്ച് കഴിക്കും. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഇതിൻ്റെ അകത്തൊക്കെ മണ്ണ് വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രഷർ പമ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം മൊത്തം ക്ലീനാക്കാൻ കേട്ടോ. അപ്പോൾ ക്ലീനാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് വിരിച്ച സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇതിൽ മണ്ണ് കയറി. ഓക്കെ. അപ്പോൾ വീട്ടിൽ പണിക്കാരുണ്ട്, മക്കളും ഒക്കെയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ നെയിം ബോർഡ് വെച്ച ശേഷം നല്ലപോലെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. അതും കഴിഞ്ഞൊരു വ്ലോഗിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. നല്ലൊരു വീഡിയോ എടുത്തില്ല. കാരണം ഇത് ഗേറ്റിന് അപ്പുറത്തായതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള മടിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളെ വീടിൻ്റെ നെയിം ബോർഡ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വെച്ചതിന് ശേഷം കാണിച്ചിട്ടില്ല. കാണിച്ചു തരുന്നു. അപ്പോൾ ഇതാണ് തൻവീസ് ഐഷ മാൻഷൻ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് നമ്മളെ നെയിം ബോർഡ് വെച്ച സ്ഥലം? അത് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ ഒരു സന്തോഷത്തിന് വെച്ചെന്നേ ഉള്ളൂ. അതിപ്പം ഇതെല്ലാവരും വരുമ്പോൾ വായിക്കണം എന്നൊന്നുമില്ല. എന്നാലും അവിടെ ഇങ്ങനൊരു ബോർഡുണ്ട്. ഓക്കെ. ഇനി ഞാൻ വീട്ടിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പണി നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വീട്ടിൽ ഫുൾ ആൾക്കാരാണ്. നമ്മളെ സ്റ്റെപ്പ് കണ്ടോ, സ്റ്റെപ്പ് ഇനിയും പോളിഷ് ചെയ്യാനുണ്ട്. കാലടയാളങ്ങൾ കണ്ടോ. ഈ ഒരു സ്റ്റെപ്പിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഇനി ഇത് പോളിഷ് ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ് തുടച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അടയാളങ്ങൾ കാണുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോയെന്നാവോ. അപ്പോൾ അതിനി പോളിഷ് ചെയ്താൽ പോവോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ എന്തൊക്കെ ചെയ്യാനുണ്ട്. ഇതൊരു പോയിൻ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പോയിൻ്റ് ചെയ്തു, ഇന്നലെ പോയിൻ്റ് ചെയ്തു സ്റ്റെപ്പ് കണ്ടോ. ഈ അടയാളങ്ങൾ നമ്മളിങ്ങനെ കാല് വെച്ചാൽ അടയാളങ്ങൾ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയാണ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ. അപ്പം തന്നെ നമ്മൾ കാല് വെച്ചാൽ അപ്പം തന്നെ അടയാളം വരുന്നുണ്ട് കണ്ടോ.
ഓക്കെ, അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാൻ. ഞാനിപ്പം സ്റ്റാൻഡ് പിടിച്ച് നടക്കുവാണ്, കാരണം എനിക്കിപ്പോൾ ഇവിടെ റോളില്ല. എനിക്ക് പക്ഷേ ഇവിടെ നിൽക്കും വേണം, ഇവിടെ ആൾ വേണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. നിങ്ങളെ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, അതാണ് നല്ലത്. വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ വഴിക്ക് നിങ്ങൾക്ക് വീടും കാണാമല്ലോ. ഓക്കെ, അപ്പോൾ മെയിൻ ഡോറ് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെയിൻ ഡോർ ഒന്ന് കാണിച്ചു തരുമെന്ന് കേട്ടോ. ഇവിടെ മെയിൻ ഡോർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ എഞ്ചിനീയറിൻ്റെ ക്ലയൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിൻ ഡോർ കാണിച്ചു തരാം. ഇതാണ് മെയിൻ ഡോർ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒരു മുക്കാൽ ഭാഗവും മുക്കാലും കാലും എന്നാണ് ഡോറ് വരുന്നത് കേട്ടോ. തുറക്കട്ടെ. ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ, വീഡിയോ എടുത്തോട്ടെ. ഇതാണ് നമ്മളെ മെയിൻ ഡോറ്. ഇപ്പം ഇവിടെ ടൈല് പോയിൻ്റ് ചെയ്യാണ്. അത് ഇവിടെ ചെയ്താ ഇല്ലല്ലോ. ഇവിടെ താത്ത ക്ലീൻ ചെയ്യുന്നുണ്ട്. ആരൊന്നും മിണ്ടില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആരൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഇവിടെ ഒരു ടൈൽസ് ഇവിടെ ക്രാക്ക് അയക്കണ കണ്ടിട്ടുണ്ടാ? പൊട്ടിയത് അതെന്തോ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടൈല് പൊട്ടിയിട്ടുണ്ട്. അത് നമ്മളിനി എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ക്രാക്സ് വരും. അവിടെ ഒരു ടൈല് പൊട്ടലുണ്ട്, അതുപോലെ കിച്ചണിലും ടൈല് പൊട്ടിയിട്ടുണ്ട്. കിച്ചണിൽ വേറെ പണി കാണിച്ചു തരാം. നിങ്ങൾ പണിയെടുത്തോളൂ, ഞാൻ വീഡിയോ എടുക്കുന്നില്ല, അവർക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല. അടുത്ത ടീമിനെ കാണിച്ചു തരാം. പിന്നെ അടുത്ത പണി വരുന്നത് നമ്മളെ കിച്ചണിലാണ്. കിച്ചണിലെ ഡോറുണ്ടല്ലോ, ആ ഡോറ് നമ്മൾ ഇരിക്കുന്ന സോഫയിൽ തട്ടുന്നുണ്ട്. അപ്പോൾ സോഫയുടെ ലെങ്ത്ത് കുറച്ച് കൂടിയതാണ് പ്രശ്നമായത്. ഡോറ് കറക്റ്റായിരുന്നു. അപ്പോൾ ഡോറ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറൊരു സ്റ്റൈലാക്കുവാണ്. ഇപ്പോൾ സോഫ കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സോഫ അബദ്ധത്തിലായതാണെങ്കിലും ആ ഒരു ലെങ്ത്ത് കിട്ടി. കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സ്പേസ്. അതിൽ ഈ പോർഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സോഫയുടെ ലെങ്ത്ത്. അപ്പം ഇതിപ്പോൾ ഇത്രയും നീളത്തിലായതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് കിടക്കാനൊക്കെ പറ്റുന്ന ഇതായി. അത് അബദ്ധത്തിൽ വന്നതാണ്. അപ്പം നമ്മൾ ഡോറ് ഫുള്ള് തുറക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നീണ്ടതുകൊണ്ട് ഡോറ് ഫുള്ള് തുറക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡോറ് എടുത്തിട്ടുണ്ട്. ആ ഡോറ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് ക്ലിയർ ചെയ്യണം. ഡോറ് കട്ട് ചെയ്തു, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡോറ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ പറയുക, കിണറിൻ്റെ ഗ്രില്ല് വെക്കുന്ന അവരും വന്നിട്ടുണ്ട്. എല്ലാ ടീമും കൂടി ഒരുമിച്ചാണ്. അത് നോക്കട്ടെ, പൊളിച്ചത് കട്ട് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ള നമുക്ക് കറക്റ്റ് കിട്ടുമോ? ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡബിൾ ഡോറാക്കാണ്. ഇവിടെ കിണറിൻ്റെ ഗ്രില്ല് വെക്കുന്നത്. ഇതിപ്പോൾ 3-4 ദിവസമായി. അത്യാവശ്യം വർക്കുള്ള പണിയാണ്. അപ്പുറത്തെ ഡോറ്, ഇവിടേക്കുള്ള ഡോറ് അത് ശരിയാക്കാണ്. അത് നമ്മളെ മെയിൻ ആശാരിയാണ് വേണുവേട്ടൻ.
നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാണ് എല്ലാവർക്കും കൊടുക്കാം. താത്ത കുറച്ചുകൂടെ ചെറുനാരങ്ങ വേണ്ടി വരും, കുറച്ചുകൂടെ വെള്ളം കൂടുതലുണ്ടാക്കാം. അത്യാവശ്യം നല്ല തണുപ്പല്ല, ചൂടാണ്. വെള്ളം കുടിച്ച് ശരിയാവും. ഇന്ന് കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇക്കൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ, ഇനി നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോവും. എല്ലാ തരം പണിക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കില്ല. കിച്ചണിൽ ഇനി അടുത്ത പണിയുണ്ട്. കിച്ചണിലും ടൈല് പോയിൻ്റ് ചെയ്യാനുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. നാരങ്ങ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇപ്പം നല്ല ചൂടാ. അപ്പോൾ നാരങ്ങ വെള്ളം സെറ്റ്. നാരങ്ങ വെള്ളമല്ല, നന്നാരി സർബത്ത്, അടിപൊളി. ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. പുട്ട്, ഫിഷ് കറി, അത് തലേന്നത്തെ ഫിഷ് കറി കേട്ടോ. പിന്നെ ചിക്കൻ കറി. ഇന്നിവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, കൊണ്ടുകൊടുക്കട്ടെ. ഇതാ എല്ലാവർക്കും ഇല്ലേ? ആ, ഞാൻ ഒഴിച്ചുതരാം. കൊടുത്താണ്. പിന്നെ അടിയത്തെടുത്തോളൂ. ആ, നീ വേണ്ട, എല്ലാവരും കിട്ടിയോണ്ട് ഞാൻ അപ്പുറത്ത് തുറക്കട്ടെ. അപ്പുറത്ത് വേറെ ആളുണ്ടോ? ആ, അപ്പുറത്ത് ഇവർക്ക് കിട്ടിയാ ഇവിടെ ഇവിടെ അപ്പുറത്ത് കൂടെ പോയി. ഞാൻ ഇവിടുത്തെ കഴിഞ്ഞില്ലേ? ആ, ദാ നിങ്ങളെന്താ കുടിക്കാൻ? നീ അല്ല, ഇവിടെ സാധനം ഉണ്ട്, വെള്ളം. എന്താ വെള്ളം? പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇതിൽ ഞാൻ കാര്യമായിട്ട് കിച്ചൺ വ്ളോഗ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും നല്ല അടിപൊളി വീഡിയോ എടുക്കാനായിരുന്നു ഇന്ന് വിചാരിച്ചിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ റൂം ടൂറൊക്കെ ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്തിനടുക്ക് അതെന്തായാലും പോസിബിൾ ആവുന്നില്ല. ഞാൻ വെറുതെ മെനക്കെടുണ്ടല്ലോ, വൃത്തിയിലെടുക്കാം വിചാരിച്ചിട്ടാണ് അതിങ്ങനെ പെൻഡിങ് ആക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഡോറ് അവിടെ വെച്ച് നോക്കുകയാണ് കറക്റ്റ് ആണോ എന്നൊക്കെ. കറക്റ്റ് മെഷർമെൻറ്റ്സ് എന്തായാലും സെറ്റാക്കണമല്ലോ. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ടൈലിന്മേൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ മാർബിളാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതാണ് ടൈലും മാർബിളും തമ്മിൽ വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇക്കതാ ഞാൻ പറഞ്ഞില്ലേ, നെക്കി മക്കളും എല്ലാവരും പുറത്തു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇക്ക വരുന്ന വഴി ഫ്ലാറ്റിലൊക്കെ കയറിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് കെറ്റിയും വന്നിട്ടുണ്ട്.
ഞാനിവിടെ ഒറ്റയ്ക്ക് ബോറടിച്ച് അങ്ങോട്ട് തിരിയാൻ വയ്യ ആകെ ഇടങ്ങാറായി നിൽക്കണം. മൂപ്പര് ഇതൊന്നും അറിയിട്ടില്ല. എവിടുന്ന് വരുന്നേ? ഫ്ലാറ്റിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വരികയാണ്. ഷർട്ട് ചുളിച്ചിക്കണം. ഫ്ലാറ്റിൽ നിന്ന് കുളിച്ചില്ലേ? ചെരുപ്പ് അടി ചെരുപ്പ് ഇവിടെ ഇല്ല, ചെരുപ്പ് പുറത്ത്. അവിടെ ആ ടൈലിൻ്റെ വരമ്പ ചോട്ടണ്ട. വെള്ളം എന്ന് പറഞ്ഞ മാതിരി. ഇത് ഇക്കാൻ്റെ ഐഡിയ ആണല്ലോ. ഫുള്ള് തുറന്നില്ലേ? മാഷാ അല്ലാ. ഇപ്പോഴാണ് സോഫ കാണുന്നത്. അടിപൊളി. അതിഷ്ടായി. നീ ഫുള്ള് അടച്ചാണ്? നോക്കട്ടെ. അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഗ്യാപ്പിൽ എന്താ ഇത്രയും സ്പേസ് ഉണ്ട്. പണി കഴിഞ്ഞിട്ടില്ല. പണിന്റെ അടിയിൽ വന്നിട്ട്. ഓക്കെ